നമസ്കാരം, തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലത്തിയൂർ യൂണിറ്റും യൂത്ത് വിങ്ങും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ലോഗോ പ്രകാശനം ചെയ്തു. യുവകവിയും എഴുത്തുകാരനുമായ വിനോദ് ആലത്തിയൂർ ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലത്തിയൂര് ഇവിടെ ഒരു വ്യാപാരോത്സവം സംഘടിപ്പിക്കുന്നു. വ്യാപാരത്തിൻ്റെ ചരിത്രം വളരെ വലിയ ചരിത്രമാണ്. അത് മനുഷ്യനെ, ഗുഹാവാസിയായ മനുഷ്യനെ ഇന്ന് കാണുന്ന ആധുനിക മനുഷ്യനായിട്ട് പരിഭവപ്പെടുത്തിയ പ്രക്രിയയുടെ പേരാണ് വ്യാപാരം എന്നുള്ളത്. ഈ ഒരു പ്രക്രിയ ഇവിടെ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഗുഹയിൽ നിന്ന് തീ കണ്ടുപിടിച്ചു, ചക്രം കണ്ടുപിടിച്ചു, അമ്പും വില്ലും കണ്ടുപിടിച്ചു, പിന്നീട് അങ്ങോട്ട് എന്തൊക്കെ കണ്ടുപിടിച്ചിട്ടില്ല എന്ന പരുവത്തിലേക്ക് ലോകത്തിൻ്റെ ചരിത്രം മാറ്റിയെടുക്കുകയും ഈ ഒരു സമൂഹത്തിനെ, ലോകമാകമാനമുള്ള സമൂഹത്തിനെ ഒരു ഗ്ലോബൽ വില്ലേജ് എന്ന കോൺസെപ്റ്റിലേക്കൊക്കെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ വ്യാപാരം എന്നുള്ള ഈ ഒരു പ്രക്രിയയുടെ പങ്ക് മറക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരു കവിതയിൽ പറയുന്നുണ്ട്, വിശപ്പ് എന്ന കവിതയുടെ പേര്. അടുപ്പ് മാറി, അടുപ്പ് മാറി, ആഹാരവും മാറി, ആഹാരവും മാറി, പക്ഷേ വിശപ്പ് മാത്രം ഇപ്പോഴും പഴയത് തന്നെ. അടുപ്പ് മാറി, ആഹാരവും മാറി, പക്ഷേ വിശപ്പ് മാത്രം ഇപ്പോഴും പഴയത് തന്നെ. തീർച്ചയായിട്ടും ഇവിടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വിശപ്പ് അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ആളുകൾ എവിടെ വിശക്കുന്നു അവിടെ ഇടപെടാനുള്ള മനസ്സ് കാണിക്കുക എന്നുള്ളത് ഈ ഏത് കാലത്തും മാനവരാശിയുടെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂടി പേരാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി, അല്ലേ? ഇവിടെ കൊറോണ വന്നു, ഇവിടെ പ്രളയം വന്നു. കൊറോണ വന്ന സമയത്തോ പ്രളയം വന്ന സമയത്ത് നമ്മുടെ നാട്ടിൻ്റെ അടുക്കളയിലെ ചട്ടിയും പാത്രവും ഒക്കെ പ്രളയത്തിൽ ഇങ്ങനെ ഒലിച്ച് നടന്നപ്പോൾ, ആളുകൾ കണ്ണീര് കൊണ്ട് പ്രളയം തീർത്തപ്പോൾ, നമ്മുടെ നാട്ടിലെ വിദ്യാലയങ്ങളൊക്കെ ആളുകൾക്ക് കയറി കിടക്കുന്നുള്ള ഇടങ്ങളായിട്ട് മാറിയപ്പോൾ ഒരു ആമസോണുകാരനും വന്നിട്ട് നിങ്ങളുടെ വിശപ്പ് മാറിയോ മക്കളെ എന്ന് നമ്മളോട് ചോദിക്കുകയുണ്ടായിട്ടില്ല. ഉണ്ടോ? നമ്മളോട് ചോദിച്ചതാരാ? നമ്മുടെ നാട്ടിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ പോലെയുള്ള സംഘടന, നമ്മുടെ യൂത്ത് വിങ് പോലെയുള്ള സംഘടന, ഇവിടെ പ്രവർത്തിക്കുന്ന കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയമുള്ള സംഘടനയും ഇല്ലാത്ത സംഘടനയുമായി ഏത് പ്രസ്ഥാനങ്ങളായിക്കോട്ടെ അവിടെയൊക്കെ മനുഷ്യത്വം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ വിശപ്പ് മാറ്റാൻ ഇറങ്ങി വന്നിട്ടുണ്ട്, ഇല്ലേ? ഫ്ലിപ്കാർട്ടിനെ കണ്ടിരുന്നു അന്ന് ഇവിടെ ആരെങ്കിലും? ഏതെങ്കിലും ആമസോണിന്റെ ഏജന്റിനെ ടക്കിൻ ചെയ്ത് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ വിശപ്പ് മാറിയോ മക്കളെ എന്ന് ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ഒരു ഫ്ലിപ്കാർട്ടുകാരനെയും കണ്ടിട്ടില്ല. ഈ ഫെസ്റ്റ് ജൂൺ 15 കൂടി ആലത്തിയൂർ ടൗണിൻ്റെയും പരിസര പ്രദേശത്തിൻ്റെയും കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരുടെ മനോഗതി എന്ത് എന്നും അവിടെ നിന്നും വാങ്ങുന്ന സാധനങ്ങളിൽ വില വ്യത്യാസമുണ്ടോ എന്നും നിങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെടുന്ന 3 മാസക്കാലമായിരിക്കും ഈ കടന്നു പോകുന്നത്. വ്യാപാര രംഗത്ത് പുതിയ ഒരു പ്രവർത്തനങ്ങൾക്ക് നാന്ദി കുറിക്കുകയാണ് ആലത്തിയൂർ യൂണിറ്റ്. വ്യവസായ മേഖലയെ ഉണർവിൻ്റെ പുതിയ ഒരു വാതായനം തുറക്കുന്നതിനു വേണ്ടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലത്തിയൂർ യൂണിറ്റും യൂത്ത് വിങ്ങും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഔപചാരികമായ ലോഗോയുടെ പ്രകാശനമാണ് ഈ ചടങ്ങ്. യൂണിറ്റ് പ്രസിഡന്റ് എം മുസ്തഫ ഹാജി അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് മോൻ ഹാജി, യൂത്ത് വിങ് പ്രസിഡന്റ് അബ്ദുൾ സമദ് ബാബു, പി ബാബു, അമീൻ, കെ സുലൈമാൻ, ഫാറൂഖ്, മറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ടി എൻ ഷാജി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഷിയാബ് കുന്നത്ത് പദ്ധതികൾ അവതരിപ്പിച്ചു. ഫെബ്രുവരി 20 ആരംഭിച്ച് ജൂൺ അവസാനം വരെ നീണ്ടു നിൽക്കുന്ന വ്യാപാരോത്സവം 2K25 ഒട്ടനവധി സമ്മാനങ്ങൾ കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് നൽകുന്നതാണ്. 1ാം സമ്മാനമായി കാസിനോയോ സ്കൂട്ടി, 2ാം സമ്മാനം ഫ്രിഡ്ജ്, 3ാം സമ്മാനം വാഷിംഗ് മെഷീൻ,
4ാം സമ്മാനം ഇലക്ട്രിക്കൽ ഓവൻ. മറ്റു അനേകം പ്രോത്സാഹന സമ്മാനങ്ങളും ലഭിക്കും. കൂടാതെ മാസത്തിലൊരിക്കൽ നറുക്കെടുപ്പിലൂടെ വിജയികളെ കണ്ടെത്തും. മെഗാ ഈവന്റോടുകൂടി ജൂണിൽ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, തുഞ്ചൻ മീഡിയ. പവൻ ഗോൾഡിലേക്ക് വരൂ. നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും. പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളുടെ സേവനം. പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ.